വൈപ്പിനിൽ നിന്നുള്ള ബസ്സുകൾക്ക് നഗരത്തിലേക്ക് അനുവദിക്കപ്പെട്ട പ്രവേശനം അട്ടിമറിക്കപ്പെടുന്നതായി സംശയമുയരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ വ്യവസ്ഥകൾക്ക് വിധേയമായി പെർമിറ്റ് അനുവദിക്കപ്പെട്ട 4 ബസ്സുകൾക്ക് ഇനിയും സമയക്രമം നിശ്ചയിച്ചു നൽകിയിട്ടില്ല. ഇവിടെയുള്ള ഫ്ലാഗ് ഭാരവാഹികൾ അവരുടെ സംഘടനയും മറ്റുള്ള പ്രാദേശിക സംഘടനകളുടെ എല്ലാം ശക്തമായ സമരത്തെ തുടർന്നാണ് മുഖ്യമന്ത്രി 2020 നാഗ്പാക്കിന്റെ റിപ്പോർട്ട് അനുസരിച്ച് വൈപ്പിൻകരയിൽ നിന്ന് നഗരത്തിലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ട് അനുമതി കൊടുത്തത്. ആ അനുമതി നോട്ടിഫിക്കേഷൻ പ്രകാരം 2024 ജനുവരി മുതൽ അപേക്ഷ നൽകിക്കൊണ്ട് ഞങ്ങൾ ബസ് എടുത്ത് കാത്തു നിൽക്കുകയാണ്. 2025 ജനുവരിയിൽ ഞങ്ങൾക്ക് പെർമിറ്റ് പാസ്സായെങ്കിലും ആ പാസ്സായി ശരിക്കും പറഞ്ഞാൽ ഒരു പെർമിറ്റ് പാസ്സായാൽ 1 മാസത്തിനുള്ളിൽ ഹിയറിംഗ് നടത്തി ആ പ്രക്രിയ പൂർത്തിയാക്കണമെന്നാണ് ഗവൺമെന്റിന്റെ റൂള്. എന്നാൽ 8 മാസം കഴിഞ്ഞിട്ടും ആ ഹിയറിംഗ് പൂർത്തിയാക്കാൻ RTOക്ക് സാധിച്ചിട്ടില്ല. കാരണം 6 പ്രാവശ്യം 5 പ്രാവശ്യമൊക്കെ ഓരോ ബസ്സിന്റെ ഹിയറിംഗ് വെച്ചിട്ടും RTO അത് നടത്താതെ മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ 6-ാം തീയതി കാക്കനാടുക്കുള്ളിൽ വിടുന്ന ആദ്യത്തെ ബസ്സായ എന്റെ ബസ്സിന്റെ ഹിയറിംഗ് പൂർത്തിയാക്കിയെങ്കിലും അതിന്റെ ആ എഴുതി തരാനായിട്ട് നമുക്ക് പൂർത്തിയാക്കിയെങ്കിലും ഇത് എഴുതി തരണം. RTO നമുക്ക് പെർമിറ്റ് അനുവദിച്ച് അതിന്റെ ടൈം ഹിയറിംഗ് നടത്തി ആ ടൈം ഷീറ്റ് നമുക്ക് തന്നാൽ മാത്രമേ ആ പ്രക്രിയ പൂർത്തിയാവുള്ളൂ. പക്ഷെ അത് തരാൻ പോലും RTO തയ്യാറായിട്ടില്ല. കാരണം RTOക്ക് ഇവിടെയുള്ള ബസ് മുതലാളിമാരുടെ ഒരു ശക്തമായ സമ്മർദ്ദമുണ്ട്. ആ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ് RTO നൽകാത്തത്. സർവീസ് നടത്താൻ കഴിയാത്ത ബസ്സുകളുടെ പേരിൽ തങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ നികുതി ഇനത്തിൽ നൽകേണ്ടി വരുന്നത് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നതായി ഉടമകളായ സുധീർ ഉമർ, OV ബെന്നി, KR സുധീർ എന്നിവർ പറഞ്ഞു. പെർമിറ്റുകളിലൊന്ന് എടവനക്കാട് നിന്ന് കാക്കനാട്ടേക്കുള്ളതാണ്. ബസ്സുകളുടെ നഗരപ്രവേശനത്തിന് നേതൃത്വം നൽകിയ ഫ്രാഗ് നടപടികളിലുണ്ടായ കാലതാമസത്തിൽ അമർഷം രേഖപ്പെടുത്തി. നഗരപ്രവേശനത്തിന്റെ അന്തസത്ത ഇല്ലാതാക്കുന്ന ഏതു നിലപാടിനെയും എതിർത്തു തോൽപ്പിക്കുമെന്നും ഫ്രാഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP സാബു, ജനറൽ സെക്രട്ടറി അനിൽ പ്ലാവിയൻസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാത്രി 9 മണിക്ക് ശേഷം നിലവിൽ ബസ് സർവീസ് ഇല്ല. ശരിക്കും വടക്ക് നിന്ന് ബസ്സില്ല. നമ്മുടെ ഈ എറണാകുളം ഹൈക്കോടതിയിൽ നിന്ന് 9:30 ശേഷം ബസ്സില്ല. അപ്പോൾ ഇപ്പം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ദീർഘദൂര സർവീസുകൾ വൈപ്പിൻ മാലിയങ്കര വഴിയാക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാകണം. അതായത് KSRTC ബസ്സുകൾ, നിലവിൽ പ്രൈവറ്റ് ബസ്സുകൾ 10 മണി വരെയാണ് ഉള്ളത്. അത് കഴിഞ്ഞാൽ ദീർഘദൂര ബസ്സുകൾ മാലിയങ്കര പാലം വഴിയാക്കാനുള്ള തീരുമാനം ഉണ്ടാക്കുക എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. പിന്നെ മാലിയങ്കര വഴിയുള്ള കാക്കനാട് സർവീസ് ഇപ്പോൾ 2-ാം ശനിയാഴ്ചകളിലില്ല. ഈ 2-ാം ശനിയാഴ്ച ധാരാളം ആളുകൾ വീടുകളിലേക്ക് വരുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് ഉണ്ടാവണം എന്നുള്ള നിലയിൽ അപ്പോൾ അത് അവർ അംഗീകരിച്ചിട്ടുണ്ട്. ഓടുന്നത് ഈ 2-ാം ശനിയാഴ്ച ഇല്ല, സർവീസില്ല, ബസ്സില്ല, ഇല്ല. ഞങ്ങൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം സംസാരിച്ച ധാരണകളാണ്. 2-ാം ശനിയാഴ്ച ഇല്ല, സർവീസ് ഇല്ല. അതിപ്പോൾ ഞാൻ മിനിയാവുന്ന സംസാരിച്ചപ്പോൾ അത് ആലോചിക്കാമെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. കൊടുങ്ങല്ലൂരിൽ നിന്ന് പറവൂർ വഴി തോപ്പുംപടിക്കുള്ള ഒരു സർവീസ് ഉണ്ട്. അതിൽ വേണ്ടത്ര ആളുകളില്ല. അത് മാലിയങ്കര പാലം വഴി ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തോപ്പുംപടിയിലേക്കുള്ള ഫോർട്ട് കൊച്ചി കണക്ടിവിറ്റി നമുക്ക് കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ ആ സർവീസ് മാലിയങ്കര വഴി ആക്കണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതവർ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അത് ഈ സ്വകാര്യ ബസ്സുകളുടെ വിഷയത്തിലുണ്ട്. വൈപ്പിൽ ഓടുന്ന KSRTC ബസ്സുകളുടെ കാലപ്പഴക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമുള്ള സംവിധാനം. പല ബസ്സുകൾക്കും ഇൻഷുറൻസ് പോലും ഇല്ലാത്ത രീതിയിലുള്ള വണ്ടികളുണ്ട്. അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് കുറച്ച് KSRTC ബസ്സുകൾ അനുവദിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ആ നിലയിലൊരു KSRTC പുതിയ ബസ്സുകൾ വാങ്ങിയിട്ടുണ്ട്. അതിലുള്ള നിലവിലുള്ള കുറച്ച് പഴയ ബസ്സുകൾ റീപ്ലേസ് ചെയ്ത് പുതിയ ബസ്സുകൾ വൈപ്പിൻ റൂട്ടിൽ സർവീസ് നടത്തണം എന്നുള്ളതാണ്. ഇത് തന്നെ ഞങ്ങൾക്ക് നിലവിലുള്ള സ്വകാര്യ ബസ്സുകളോട് ആവശ്യപ്പെടാനുണ്ട്. പല ബസ്സുകളും പ്രത്യേകിച്ച് ഈ ഷട്ടിൽ സർവീസ് നടത്തുന്ന പല ബസ്സുകളും കാലപ്പഴക്കം ഉള്ള ബസ്സുകളുണ്ട്. അപ്പം അത് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി വരുന്നുണ്ട്. B4 അല്ലേ, B6 ഉള്ള ഒരു കാറ്റഗറിയിലുള്ള ബസ്സുകൾ മാത്രം അനുവദിക്കാൻ പാടില്ല ഈ സർവീസിൽ നിന്നുള്ള നിലയിലേക്ക് ഉള്ളൊരു അഭിപ്രായം വരുന്നുണ്ട്. അത് കാറുകൾക്ക് നേരത്തെ ഉണ്ടായിരുന്നു. ഇത് ഈ ഡൽഹി പോലെയുള്ള നഗരത്തിൽ ഇങ്ങനത്തെ ഒരു ഈ പാസഞ്ചർ വെഹിക്കിളിനൊരു സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വരുന്നുണ്ട്. അതിനൊരു ചെറിയൊരു സമയം ഉണ്ടാവും. പക്ഷെ അതും ഇവിടുത്തെ ഒരു പ്രധാന ആവശ്യമായിട്ട് നമ്മൾ ഉന്നയിക്കുന്നതാണ്. ഒരു കാര്യം എന്ന് വെച്ചാൽ
മറ്റ് പല സ്ഥലങ്ങളിലും പോലെയല്ല നിറഞ്ഞു കവിഞ്ഞാണ് ആളുകൾ വണ്ടികളിൽ പോകുന്നത്. അപ്പോൾ അതിൽ ഒരു ഫിറ്റ്നസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, ഏതെങ്കിലും കാരണവശാൽ ഇതിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു വണ്ടി എടുത്ത് ആ വണ്ടിയുടെ പെർമിറ്റ് ആയതിനു ശേഷം വിൽക്കുന്ന ഒരു സംഭവം കാര്യങ്ങളെയും ഞങ്ങൾ പിന്തുണക്കുന്നില്ല. അത് വളരെ ശക്തമായിട്ട് അതിശക്തമായിട്ട് ഞങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ അങ്ങനത്തെ ഒരു നിലപാടെടുത്തുകൊണ്ടാണ് വണ്ടി ഉണ്ടായതിന് ശേഷം മാത്രം ഇത് അനുവദിച്ചാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നമ്മൾ നിന്നത്. പക്ഷേ ഇപ്പോൾ ഈ ബസ്സുകൾ വന്നേക്കുന്ന ബസ്സുകൾക്ക് അനുവാദം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ആ നിലയിൽ പല കാര്യങ്ങളും ആവശ്യമില്ലാത്ത പല ചട്ടങ്ങളും പറഞ്ഞത് നീട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിശക്തമായിട്ട് ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ഈ ഒരു ആവശ്യമായിട്ട് അതും ഞങ്ങൾ ഉന്നയിക്കുന്നത്. അശാസ്ത്രീയമായ സമയക്രമം മൂലം കോൺവോയായി സർവീസ് നടത്തുന്ന ബസ്സുകളുടെ സമയം പുനഃക്രമീകരിക്കുക. രാത്രി 9 ശേഷം എറണാകുളത്തു നിന്നും വടക്കോട്ട് സർവീസ് നടത്തുന്ന ഏതാനും ദീർഘദൂര ബസ് സർവീസുകൾ വൈപ്പിൻ മാല്യങ്കര വഴിയാക്കുക. മാല്യങ്കര വഴിയുള്ള കാക്കനാടേക്കുള്ള സർവീസ് 2ാം ശനിയാഴ്ചയും നടത്തുക. കൊടുങ്ങല്ലൂരിൽ നിന്നും പറവൂർ വഴി തോപ്പുംപടിക്കുള്ള സർവീസ് മാല്യങ്കര വഴിയാക്കുക. വൈപ്പിനിലേക്ക് അനുവദിക്കപ്പെട്ട പഴക്കം ചെന്ന KSRTC ബസ്സുകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചു.